Welcome to video on fluid mechanics and hydraulics. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്ക് വാട്ടർ കർവ് ആൻഡ് അഫ്ലക്സ് ആണ്. അപ്പോൾ പ്രീവിയസ്ലി നമ്മൾ വാട്ടർ സർഫസ് പ്രൊഫൈൽസ് കണ്ടു. വാട്ടർ സർഫസ് പ്രൊഫൈൽസിൽ നമ്മൾ സ്റ്റീപ്പ് പ്രൊഫൈൽസ് കണ്ടു, മൈൽഡ് പ്രൊഫൈൽസ് കണ്ടു, ക്രിട്ടിക്കൽ സ്ലോപ്പ് ചാനലിൻ്റെ പ്രൊഫൈൽ കണ്ടു, ഹൊറിസോണ്ടൽ ചാനലിൻ്റെ പ്രൊഫൈൽസ് കണ്ടു ആൻഡ് അഡ്വേഴ്സ് സ്ലോപ്പിൻ്റെ പ്രൊഫൈൽസ് കണ്ടു. ഇനി നമ്മൾ അതിൽ ഓരോ കേസ് പറയുമ്പോഴും ആ പ്രൊഫൈൽസ് ഒക്കെ ബാക്ക് വാട്ടർ കർവ് ആണോ ഡ്രോ ഡൗൺ കർവ് ആണോ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതേപോലെ നമ്മൾ കൂടുതൽ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആ ബാക്ക് വാട്ടർ കർവിനെ കുറിച്ചാണ്. സോ ലെറ്റ് us take an example over here. Here you have a channel whose bed slope is like this. Okay, and ഈ ചാനൽ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ്. വിത്തൗട്ട് എനി ഒബ്സ്ട്രക്ഷൻ അത് ഫ്ലോ ചെയ്യുന്ന വാട്ടർ ലെവൽ ഇതാണ്. Okay, so let the flow level be h1. Now we have constructed here an obstruction, be it a dam or weir or anything or natural obstruction ആയാലും മതി. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഒറിജിനൽ വാട്ടർ ലെവലിൽ ഇതേപോലെ തന്നെയായിരിക്കും ഒഴുകുക? അല്ല, ഇതൊന്ന് റൈസ് ചെയ്യാൻ തുടങ്ങും. സോ whenever it rises, it slowly starts from the original water level and gradually start increasing it. Okay, അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് മെല്ലെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെയായിരിക്കും പോവുക. Okay, so it flows down with the maximum water level. So this is the maximum water level. So if I take it from the point, the maximum water level എന്ന് പറയുന്നത് let it be h2. Fine. അപ്പോൾ ഈ ഒരു കേസിൽ ഇതൊരു ഒറിജിനൽ ലെവലിൽ നോർമൽ, അതായത് ആ വാട്ടർ ചാനലിന്റെ ഒറിജിനൽ ലെവലിൽ നിന്ന് മെല്ലെ റൈസ് ചെയ്ത് അതിന്റെ മാക്സിമം പോസിബിൾ ഹൈറ്റിലേക്ക് അത് പോകുന്നു. അപ്പോൾ നമുക്കിവിടെ ഓരോ പാരാമീറ്റർ ആദ്യം പറയാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് അഫ്ലക്സിനെ കുറിച്ചാണ്. അഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ഹൈറ്റ് ഓഫ് വാട്ടറിനെയാണ് അഫ്ലക്സ് എന്ന് പറയാം. ഇൻക്രീസ് ഇൻ ഹൈറ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ ഒറിജിനൽ ലെവലിൽ നിന്ന് കൂടിയിരിക്കുന്ന വാട്ടർ. ഈ ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? അഫ്ലക്സ്. ഓർ അഫ്ലക്സ് ഈസ് ഈക്വൽ ടു h2 മൈനസ് h1. Okay, next one is backwater curve. ബാക്ക്വാട്ടർ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാക്ക്വാട്ടർ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ലെവലിൽ നിന്ന് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് ഫോർവേഡ്ലി ഇൻക്രീസ് ചെയ്ത് പോകുന്ന കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാക്ക്വാട്ടർ കർവ്. അല്ലെങ്കിൽ നമ്മൾ പിറകിലോട്ട് നോക്കുവാണെങ്കിൽ ഒരു റൈസ്ഡ് വാട്ടറിൽ നിന്ന് നമ്മൾ അതിനെ ബാക്കിലോട്ട് സ്ട്രക്ചർ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ മീറ്റ് ബാക്ക് ടു ദി ഒറിജിനൽ വാട്ടർ ലെവൽ as horizontal asymptote ആയിട്ട് ബാക്ക് വാട്ടർ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ വാട്ടർ പ്രൊഫൈൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിന് ബാക്ക് വാട്ടർ കർവ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിന്റെ ബാക്ക് വാട്ടർ കർവിന്റെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ലെങ്ത് ഓഫ് ബാക്ക് വാട്ടർ കർവ് ആണ്. ലെങ്ത് ഓഫ് ബാക്ക് വാട്ടർ കർവ് L. അത് എവിടുന്ന് മുതൽ എവിടം വരെ ആയിരിക്കും? ഫ്രം ദ പോയിന്റ് അറ്റ് വിച്ച് ഇറ്റ് സ്റ്റാർട്ട് റൈസിങ് ഫ്രം ദി ഒറിജിനൽ ലെവൽ. ഒറിജിനൽ ലെവലിൽ നിന്ന് എവിടുന്നാണോ അത് റൈസ് ചെയ്യാൻ തുടങ്ങുന്നത് ആ പോയിന്റ് മുതൽ എവിടം വരെയാണോ അതിന് മാക്സിമം ഹൈറ്റ് എത്തുന്നത് ആ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുക? ലെങ്ത് ഓഫ് ബാക്ക് വാട്ടർ കർവ്. Okay, so these are the details. Now we have to derive the expression for length of backwater curve. So afflux is the maximum rise in water level due to the obstruction in the path of flow. Profile of rising water on the upstream side of the dam is called backwater curve, and the distance along the bed of the channel between the section where water starts rising to the section where water is having maximum height. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Length of the backwater curve. Okay, അപ്പം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് ലെങ്ത് ഓഫ് ബാക്ക് വാട്ടർ കർവ് ആണ്. അപ്പം നമ്മൾ ഈ ഫിഗറിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് മുന്നേ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമ്മുടെ ബേസിക് ഇക്വേഷൻ, ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ബേസിക് ഇക്വേഷൻ ഓഫ് ഗ്രാജുവലി വേരിയഡ് ഫ്ലോ, ഡൈനാമിക് ഇക്വേഷൻ ഓഫ് ഗ്രാജുവലി വേരിയഡ് ഫ്ലോ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്ത ഇക്വേഷൻ ഉണ്ട്. ടോട്ടൽ എനർജി H is equal to Z plus Y plus V square by 2G, right? Let this be equation 1. Okay, ഇത് ഞാൻ ഫസ്റ്റ് മെത്തേഡായിട്ട് പറയുന്നതാണ്. അപ്പം ഇതിൽ നമ്മൾ ബാക്ക് വാട്ടർ കർവ് ആണെങ്കിൽ along the distance x, y keeps on varying, right? Y keeps on varying എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു x എന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ dh by dx plus is equal to dz by dx plus dy by dx plus d by dx of v square by 2g. അപ്പോൾ ഇതിന് പകരം ഞാൻ ഇത്
full ആയിട്ട് എന്തായിട്ട് എടുക്കുന്നു? സ്പെസിഫിക് എനർജി ആയിട്ട് എടുക്കുന്നു. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് dE/dx. ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 2. അപ്പോൾ dH/dx എന്താണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് മൈനസ് എസ് എഫ് സ്ലോപ്പ് എനർജി ലൈൻ, റൈറ്റ്? dZ/dx എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ബെഡ് ആണ്, മൈനസ് എസ് നോട്ട് പ്ലസ് dE/dx. Okay, then now from here what is dE/dx? dE/dx will be equal to S naught minus SF അല്ലേ? ഈ S naught ഇപ്പുറത്തേക്ക് എടുത്താൽ S naught minus SF will be equal to dE/dx. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x direction ആണെന്ന് പറഞ്ഞു. അതായത് നമ്മൾ completely length of backwater curve. Suppose in this figure length of backwater curve ഇത് completely, അതായത് ഇവിടുന്ന് മുതല റൈസ് ചെയ്യുന്നത് മാക്സിമം ഹൈറ്റ് 2 എന്ന പൊസിഷനിൽ എത്തുമ്പോഴുണ്ട്. ഇതാണ് ടോട്ടൽ എൽ. അപ്പൊ ഈ ടോട്ടൽ ലെങ്ത് ഓഫ് ബാക്ക് വാട്ടർ കർവിനെ നമ്മൾ ഓരോ ചെറിയ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടുണ്ടാവും. ഓക്കെ, ആ ഓരോ യൂണിറ്റും ആണ് എന്ത്? dx എന്ന യൂണിറ്റ്. അപ്പൊ ലെങ്ത് ഓഫ് ബാക്ക് വാട്ടർ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് എടുക്കാം? ദിസ് ഈസ് ഈക്വൽ ടു dx ഈക്വൽ ടു dE/s naught minus SF. സപ്പോസ് ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ് എക്സ് എന്ന് പറയുന്നത് x1 ആണെന്ന് വെച്ചോ, എൻഡിങ് എക്സ് എന്ന് പറഞ്ഞാൽ x2 എന്ന് വെച്ചോ. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? x2 minus x1 is equal to x2 minus s1 is equal to, okay, v2 minus e1 divided by s naught minus sf എന്ന് പറയാം. or L is equal to E2 minus E1 divided by S naught minus SF എന്ന് പറയാം. ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ലെങ്ത് ഓഫ് ബാക്ക് വാട്ടർ കർവ് ആയിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത്. നേരെ മറിച്ച് നമുക്ക് ഈ ഫിഗർ വെച്ചിട്ടും ചെയ്യാം. ഈ ഫിഗർ ഒന്ന് എടുക്കുവാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ കാണാം ഈ മെത്തേഡ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. മറ്റേത് നമ്മൾ ബേസിക് ഡൈനാമിക് ഇക്വേഷന് എളുപ്പത്തിൽ ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഫോർമുലയാണ് എടുത്തത്. ഇതും കൂടി ഒന്ന് പറഞ്ഞു പോവാം. അപ്പൊ ഇതിലാണെങ്കിൽ നമ്മുടെ ഒരു ഡാറ്റം ലൈൻ ഉണ്ട്. ഡാറ്റം ലൈനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം വാട്ടർ ബെഡ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദി ചാനൽ ബെഡ്. ഇതാണ് നമ്മുടെ ചാനൽ ബെഡ്. അപ്പോൾ ചാനൽ ബെഡിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ദിസ് ഈസ് Z1. ഓക്കെ, ഇതാണ് പൊസിഷൻ 1ലുള്ള ഡെപ്ത് ഓഫ് വാട്ടർ y1. ഇതാണ് എന്ത്? v²/2g. നേരെ മറിച്ച് പൊസിഷൻ 2 കൺട്രോൾ വോളിയം 2 Z2 എത്രയാണ്? Z2 is equal to 0. ഇതാണ് y2. ഇതാണ് എന്ത്? v2²/2g. ഇനി ഇതെന്തായിരിക്കും? ഈ പൊസിഷൻ ഇത്രയും ഡിഫറൻസ് അല്ലെങ്കിൽ ലോസ് എന്തായിരിക്കും? ഇതാണ് ഹെഡ് ലോസ്. സോ യു ഹാവ് ദി ചാനൽ ബെഡ് സ്ലോപ്പ് S0, വാട്ടർ സർഫസ് ഉണ്ട്. ഇതെന്താണ്? ഇത് എനർജി ലൈനാണ് SF. ഓക്കെ, ഇനി കൺട്രോൾ വോളിയം 1ൽ നിന്ന് 2 വരെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ലെങ്ത് ഓഫ് ബാക്ക് വാട്ടർ കർവ് മാർക്ക് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് പൊസിഷനിൽ റൈസ് ചെയ്ത് മാക്സിമം ഹൈറ്റ് എത്തുന്നത് സെക്കൻഡ് പൊസിഷനിലാണ്. ലെങ്ത് ഓഫ് ബാക്ക് വാട്ടർ കർവ് L ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ L ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആദ്യം ബെർണോളിസ് ഇക്വേഷൻ ആണ്. ബെർണോളിസ് ഇക്വേഷൻ. സോ ആസ് പെർ ബെർണോളിസ് ഇക്വേഷൻ Z1 plus Y1 plus V1²/2g, this is equal to Z2 plus Y2 plus V2²/2g plus HL. ഇതിൽ ഈ Z2 എന്താണ്? Z2 0 ആയി. So this equation becomes Z1 plus Y1 plus V1²/2g നെ ഞാൻ E1 എന്ന് കൊടുക്കുന്നു. This is equal to E2 plus HL. ഇനി Z1 എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിസ്റ്റൻസ് ആണ് അല്ലേ? ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് Z1. അപ്പൊ ഞാൻ ഇവിടെ dZ1/dl എടുക്കുന്നു. What is dZ/dl? dZ/dl will be slope of water bed. So that will be equal to S0 ആണ്. Slope of water bed that will be equal to S0 ആണ്. Similarly dHL/L എടുക്കുന്നു. dHL/L എന്ന് പറയുമ്പോൾ ഈ എനർജി ലൈനിന്റെ സ്ലോപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. That will be equal to SF. Okay, so dZ/dl S0 ഉം dHL/L SF ആയിട്ടും എടുക്കാം. ഇനി ഇതെന്ത് ചെയ്യുക? ഈ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക? ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും?
dz by dl നെ s0 കൊടുക്കാം പ്ലസ് E1 is equal to E2 plus SF. Right? ഇനി S0 ഉം SF ഉം ഒരു ഡയറക്ഷനിലേക്ക് എടുക്കുക. So we will get S0 minus SF. S0 minus SF is equal to ഇതിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂലല്ലോ നമ്മളിവിടെ dz1 ന് പകരമാണ് നമ്മൾ S0 കൊടുക്കുന്നത്. dz1 is equal to S0 into L ആണ്. കാരണം എന്താ dz is equal to S0 into dl ആണ്. So z is equal to S0 into L. അപ്പോൾ S0 into L കൊടുക്കുക plus E1, this is equal to E2 into E2 plus SF into L. Okay, ഇനി S0 minus SF ഒരു ഡയറക്ഷനിലേക്ക് എടുക്കുക, that will be into L. This is equal to E2 minus E1 കൊടുക്കുക, or L is equal to E2 minus E1 divided by S0 minus SF. പലപ്പോഴും പലരും കൺഫ്യൂഷൻ അടിക്കുക, ഇവിടെ E1 minus E2 ആണോ, E2 minus E1 ആണോ, S0 minus SF ആണോ, SF minus S0 ആണോ എന്നൊക്കെ എക്സാമിന് ഡൗട്ട് അടിക്കും. ഒന്നും ആലോചിക്കാനില്ല. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലെങ്ത് ഓഫ് ബാക്ക്വാട്ടർ കർവ് ആണ്. ലെങ്ത് വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. അപ്പം ഇത് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇത് എങ്ങനെ ചെയ്യാന്നാണ് നോക്കുന്നത്. ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാന്ന്. അപ്പം നമ്മളിവിടെ രണ്ട് രീതിയിൽ ചെയ്യും. അതായത് ഈ മെത്തേഡിനെ പറയുന്ന ഒരുപാട് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ഒരൊറ്റ മെത്തേഡാണ്, ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ്. ഓക്കെ, അപ്പൊ ഈ മെത്തേഡ് തന്നെ രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്ന് ചോദിക്കുക either as use direct step method as single step method. അധികം ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ്, as single step method. അല്ലെങ്കിൽ ചോദിക്കാൻ പോകുന്നത് as two sections. Use direct step method as two sections. ഇനി ഇതല്ല, ഇതിൽ കൂടുതൽ സെക്ഷൻ 3 സെക്ഷൻ ആയിട്ട് ചെയ്യുക, 4 സെക്ഷൻ ആയിട്ട് ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, മൾട്ടിപ്പിൾ സെക്ഷൻ ആയിട്ടും ചെയ്യാം. ഇതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുമ്പോൾ കൺട്രോൾ വോളിയം 1ൽ നിന്ന് 2 വരെയാണ്. അതായത് എവിടുന്നാണോ റൈസ് ചെയ്യുന്നത് മാക്സിമം ഏത് ഹൈറ്റ് വരെയാണോ റൈസ് ചെയ്യുന്നത്, അതായത് അത് റൈസ് ചെയ്യാൻ തുടങ്ങുന്ന പൊസിഷൻ 1 ആയിട്ട് എടുത്തു, മാക്സിമം വാട്ടർ റൈസ് ചെയ്ത പൊസിഷൻ 2 ആയിട്ട് എടുത്തു. ആ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ലെങ്ത് ഓഫ് ബാക്ക് വാട്ടർ കർവ്. ഇങ്ങനെ ഈ ലെങ്ത് ഓഫ് ബാക്ക് വാട്ടർ കർവ് ഞാൻ ആദ്യം ഡിറൈവ് ചെയ്യുമ്പോൾ L equal to x2 minus x1 എടുത്തു അല്ലേ. അത് x2 എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്, x1 എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. ഇങ്ങനെ ഒറ്റയടിക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ സിംഗിൾ സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇത് ഒറ്റയടിക്ക് ചെയ്യുന്നതിന് പകരം പാർട്ടീഷൻ ചെയ്ത് രണ്ട് സെക്ഷൻ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇത് x1 ആയിട്ട് കൊടുക്കും, ഇത് x2 ആയിട്ട് കൊടുക്കും, ഇത് x3 ആയിട്ട് കൊടുക്കും. അപ്പൊ L ഇവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, L കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം x2 minus x1 കണ്ടുപിടിക്കണം. x2 minus x1 കണ്ടുപിടിക്കണം. അത് എത്രയാണോ ലെങ്ത്, ആ ലെങ്ത്തിന്റെ കൂടെ പ്ലസ് x3 minus x2 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ രണ്ടായിട്ട് L1 plus L2 ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എത്ര സെക്ഷൻ ഡിവൈഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, അത് ആഡ് ചെയ്ത് പോകണം. അപ്പൊ യൂഷ്വലി എക്സാമിന് ഏതാ ചോദിക്കുക, സിംഗിൾ സ്റ്റെപ്പ് മെത്തേഡാ ചോദിക്കുക. ഇനി സെക്ഷൻ 2 സെക്ഷൻസ് ആയി ചോദിച്ചു കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല, എന്ത് ചെയ്യുക, ആ മൊത്തം ലെങ്ത്തിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് L1 L2 കണ്ടുപിടിച്ചതിന് ശേഷം ആഡപ്പ് ചെയ്ത് പോവുക. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പ് മെത്തേഡ് ക്വസ്റ്റ്യൻ ആണ്. Determine the length of backwater curve caused by an afflux 2 meter in a rectangular channel of width 40 meter and depth 2.5 meter. The slope of the bed is given as 1 in 11,000. Take Manning's n is equal to 0.03. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് ഒരു വിഡ്ത്ത് തന്നിട്ടുണ്ട് ചാനലിന്റെ 40 മീറ്റർ, ഡെപ്ത് തന്നിട്ടുണ്ട് y അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി നൗ y, ഞാൻ റിമൈനിങ് പിന്നീട് മാറ്റാം 2.5. അഫ്ലക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അഫ്ലക്സ് എത്രയാ തന്നിട്ടുള്ളത്, h2 minus h1 എത്രയാ തന്നിട്ടുള്ളത്, 2 മീറ്റർ. ഈ h1 എന്ന് പറയുന്നത് എന്താണ്, ഇനീഷ്യൽ ഡെപ്ത് ഓഫ് ദി ചാനൽ, അത് തന്നെയല്ലേ y. ഒരു ചാനലിൽ നമുക്ക് രണ്ട് പോയിന്റ് ഉണ്ട്. ആദ്യത്തെ പോയിന്റ് ആണ് ഒറിജിനൽ വാട്ടർ ലെവൽ ആണ്. അത് ക്രമേണ റൈസ് ചെയ്ത് പോയിട്ടാണ് നെക്സ്റ്റ് വാട്ടർ ലെവൽ. അപ്പൊ ഇതാണ് ഞാൻ h1 ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ h1 തന്നെയല്ലേ y. So this will be equal to
our h1. അപ്പോൾ h1 നമുക്കറിയാം h2 മൈനസ് h1 ഈ ഹൈറ്റ് എത്രയാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ y2 അല്ലെങ്കിൽ h2 കണ്ടുപിടിച്ചൂടെ? അപ്പോൾ h2 എങ്ങനെ കണ്ടുപിടിക്കും? സോ h2 is equal to h1 sorry h1 plus 2 plus h1. So this will be equal to 2 plus 2.5. This will be equal to 4.5. അപ്പോൾ നമുക്കിവിടെ h1 എത്രയാണെന്ന് അറിയാം, h2 എത്രയാണെന്ന് അറിയാം. ഇനി നമ്മുടെ ഒരു ചാനലിൽ തുടക്കം അതിന്റെ ചാനൽ സെക്ഷൻ ഇങ്ങനെയാണ് B40യും y എത്രയാണ് 2.5. ഓക്കെ, ഈ റേഞ്ചിലാണ് വാട്ടർ വരുന്നത്. ഇനി അത് സെക്ഷൻ 2ലേക്ക് എത്തുമ്പോഴേക്കും B അവിടെ തന്നെ ഉണ്ടാവും. y1 എന്നുള്ളത് എന്തായി അല്ലെങ്കിൽ h1 എന്നുള്ളത് എന്താവും, h2 ആയിട്ട് മാറും അല്ലേ. h2 എന്ന് പറയുമ്പോൾ അത് 4.5 ആയിട്ട് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ചാനലിൽ അത് വെള്ളം രണ്ടാമത്തെ സെക്ഷനിൽ എത്തുമ്പോഴേക്കും 4.5 ആയിട്ട് റൈസ് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ എന്താ ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്? സ്ലോപ്പ് തന്നിട്ടുണ്ട്. സ്ലോപ്പ് S0 തന്നിട്ടുണ്ട്. S0 is equal to 1/11,000. SF തന്നിട്ടില്ല. അതേപോലെ N തന്നിട്ടുണ്ട് 0.03. അതായത് മാഗ്നസ് കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് L is equal to E2 minus E1 divided by S0 minus SF. E1 കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എന്താണ് E1 is equal to y1 plus v1 square by 2g. അപ്പോൾ y1 ഓൾറെഡി നമ്മുടെ h1 ആയിട്ട് തന്നിട്ടുണ്ട്, v1 square by 2g. അപ്പോൾ v1 കണ്ടുപിടിക്കണം നമുക്ക് എന്ത് ചെയ്യാം? n തന്നിട്ടുണ്ട്, s0 തന്നിട്ടുണ്ട്. സെക്ഷൻ 1ൽ മാത്രമാണ് s0 യൂസ് ചെയ്യാൻ പറ്റുക. n തന്നിട്ടുണ്ട്, s0 തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് മാനിങ്സ് ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? v1 കണ്ടുപിടിക്കാം. നേരെ മറിച്ച് v2 കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താ? v2 ആകുമ്പോഴേക്കും വാട്ടർ ലെവൽ റൈസ് ചെയ്തു. അവിടെ നമുക്ക് s0 യൂസ് ചെയ്യാൻ പറ്റില്ല, sf യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ v2 എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ v2 കണ്ടുപിടിച്ചാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? e2 കിട്ടുള്ളൂ. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്താണ്? e1 കിട്ടും. അതിനുശേഷം നമ്മൾ v2 സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് വേണം e2 കണ്ടുപിടിക്കാൻ. എന്നിട്ട് വേണം sf കണ്ടുപിടിക്കാൻ. sf എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാട്ടർ ലെവൽ, ഒറിജിനൽ വാട്ടർ ലെവലിന് ഇപ്പൊ റൈസ് ചെയ്ത് ഇങ്ങനെ പോയി അല്ലേ. അപ്പൊ ഈ വാട്ടർ സർഫസിന്റെ സ്ലോപ്പാണ് എന്ത്? SF. അപ്പൊ ഈ SF കണ്ടുപിടിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആദ്യം നമുക്ക് എളുപ്പത്തിൽ E1 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പൊ E1 കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോവാം. സോ let us take the E1 വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? y1 plus v1 square by 2g. അപ്പം നമുക്ക് നോക്കാം. What is y1? So the first one is E1. E1 is equal to y1 plus v1 square by 2g. Okay, so y1 is 2.5. 2.5 plus v1 square by 2g. Okay, ഇനി അപ്പോൾ അതിൽ v1 കണ്ടുപിടിക്കണം. v1 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മാനിങ്സ് ഫോർമുലയാണ്. മാനിങ്സ് ഫോർമുല v1 is equal to 1/n r raised to 2/3 s raised to s0 raised to half. അപ്പം r കണ്ടുപിടിക്കണം. r എങ്ങനെ കണ്ടുപിടിക്കുക? r is equal to r1 is equal to a1 by p1. അപ്പം a1 കണ്ടുപിടിച്ചോടെ? a1 is equal to b into y1. So this is equal to 40 into 2.5. So this is equal to 100 meters square. Similarly, p1 is equal to b plus 2y1. So that will be equal to 40 plus 2 into 2.5 which is 5, that is equal to 45 meter. അപ്പോൾ നമുക്ക് ഇവിടെ ഏരിയ r1 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തൂടെ? 100 divided by 45. So this will be equal to 2.22 meter. ഇനി ഇതിലെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തൂടെ? This is equal to 1/0.03 into what is r? R is 2.22. So 2.22 raised to 2/3 into S0 is 1/11,000 power 1/2. അപ്പം ഇത് വെച്ചിട്ട് v1 എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ v1 will be equal to 0.54 meters per second. അപ്പം v1 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തൂടെ? 2.5 plus 0.54 square divided by 2g. അതിൽ നിന്ന് E1 എത്ര കിട്ടും? 2.5148 meter. 2.5148 meter. അപ്പോൾ E1 കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് E2 കണ്ടുപിടിക്കണം. E2 കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്?
V2 കണ്ടുപിടിക്കണം. E2ന് കറസ്പോണ്ടിങ്ങിൽ V2 കണ്ടുപിടിക്കണം. അപ്പോൾ V2 കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെക്കൻഡ് സെറ്റ് ഓഫ് ഇക്വേഷൻ ആണ് continuity equation. A1 V1 is equal to A2 V2. കാരണം നമുക്ക് ഇവിടെ A1 ഉം V1 ഉം അറിയാം, A2 അറിയാം. What is A1? A1 is 40 into 2.5 ആണ് ഏരിയ ഓഫ് ഫസ്റ്റ് സെക്ഷൻ ഇൻറ്റു V1 നമ്മളിപ്പം കണ്ടുപിടിച്ചു 0.54 ഈക്വൽ ടു A2 എന്ന് പറയുന്നത് 40 into 4.5 റൈറ്റ്, 40 into 4.5 into V2. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് V2 കിട്ടിക്കൂടെ? V2 മാത്രമേ ഇതിൻ്റെ അകത്ത് അറിയാനുള്ളൂ. സോ V2 is equal to 0.3 meter per second. ഇനി നമുക്ക് ഇത് ഡയറക്റ്റ്ലി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? E2 കിട്ടും. അപ്പോൾ E2 കിട്ടുന്നതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ അഡീഷണലി നമ്മൾ A2 നമുക്കറിയാം, A2 is equal to 40 into 4.5. അതേപോലെ നമ്മൾ P2 പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന പ്ലസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രോളിക് റേഡിയസും കണ്ടുപിടിക്കുന്നു. അപ്പോൾ A2 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? A2 is equal to 180 meter square. P2 എന്ന് പറയുന്നത് നമുക്ക് 40 plus 2 into 4.5 that is equal to 9, that will be equal to 49 meter. Then ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ R2 ഹൈഡ്രോളിക് റേഡിയസ് കണ്ടുപിടിക്കണം. R2 is equal to A2 by P2. This is equal to 180 by 49. ഇത് രണ്ടും എന്തിനാ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ആവശ്യമുണ്ട് പിന്നീട്. അപ്പോൾ ഇപ്പം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി അവിടെ നിന്ന് നമുക്ക് വാല്യൂ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് മൂന്ന് ഇവിടെ കണ്ടുപിടിച്ചിരുന്നു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് E2ലേക്ക് പോവാം. E2 is equal to Y2 plus V2 square by 2G. So what is Y2 over here, or H2? H2 plus V2 square by 2G. So this is equal to 4.5 plus 0.3 square divided by 2G. So this is equal to 4.504 meter. അപ്പോൾ E2 ആയി, E1 ആയി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? SF കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഒരു ചാനലിൽ നമുക്കറിയാം ചാനലിൻ്റെ വാട്ടർ ബെഡ് ഇതാണ്, സ്ലോപ്പ് ബെഡ് ചാനൽ ഇതാണ്, അതിൻ്റെ അകത്ത് ഇനീഷ്യൽ വാട്ടർ ലെവൽ ഇതാണ്. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വാട്ടർ റൈസ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ വാട്ടർ റൈസ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് എത്തുന്നു. അപ്പം നമ്മുടെ ഈ സ്ലോപ്പ് ഓഫ് വാട്ടർ ബെഡ് അല്ലെങ്കിൽ സ്ലോപ്പ് വരയ്ക്കുകയാണെങ്കിൽ ആദ്യത്തെ നമ്മൾ വരച്ചു S0. ഓക്കെ, S0 വരച്ചു. അതിനുശേഷം നമ്മൾ വാട്ടർ ഡെപ്ത് വരച്ചു, SW വരച്ചു. അതിനുശേഷം നമ്മൾ എനർജി ലൈൻ വരയ്ക്കുന്നു, SF. ഫൈൻ. അപ്പം നമുക്ക് എനർജി ലൈനിൻ്റെ സ്ലോപ്പാണ് SF ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ S0 മാത്രമേ ഉള്ളൂ, SFൻ്റെ ഡീറ്റെയിൽസ് ഇല്ല. പക്ഷെ ഒന്നുണ്ട് നമ്മുടെ കയ്യിൽ. ഏതൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്? നമ്മുടെ കയ്യിൽ A1 ഡീറ്റെയിൽസ് ഉണ്ട്, V1 ഡീറ്റെയിൽസ് ഉണ്ട്, കറസ്പോണ്ടിങ്ങിൽ A2 ഡീറ്റെയിൽസ് ഉണ്ട്, V2 ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ്ങിൽ നമ്മൾ ഹൈഡ്രോളിക് റേഡിയസിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പം ഇത് സെക്ഷൻ 1 എന്ന പോയിന്റിലെ ഡീറ്റെയിൽസും ആണ്, സെക്ഷൻ 2 എന്ന പോയിന്റിലെ ഡീറ്റെയിൽസും ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? ഈ മൊത്തം സെക്ഷൻ 1 നിന്ന് 2ലേക്ക് പോകുന്ന എനർജി സ്ലോപ്പിന്റെ ഡീറ്റെയിൽ ആണ്. അപ്പൊ മൊത്തം ആ സെക്ഷൻ 1 to 2 വരെയല്ലേ ഇതിന്റെ ആവറേജ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് SF കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ ആ ആവറേജ് വാല്യൂ SF ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആവറേജ് വാല്യൂ SF കിട്ടണമെങ്കിൽ നമുക്ക് ആകെ ഒരു ഇക്വേഷനെ അറിയുള്ളൂ, V equal to 1/n R raised to 2/3 SF raised to half. അപ്പം ഇവിടെ നമ്മൾ ആവറേജ് കണ്ടീഷനിൽ യൂസ് ചെയ്തിട്ടാണ് SF കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആവറേജ് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. ആവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം ആവറേജ് കണ്ടുപിടിച്ചതിന് ശേഷം SF raised to halfൽ SF കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് ഹൈഡ്രോളിക് റേഡിയസ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. അഗെയിൻ ബാക്ക് ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ. A1 V1 is equal to A2 V2 equal to A average into V average. Now what is A average? A average എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A average is equal to B into Y average, right? B മാറുന്നുണ്ടോ? ഇല്ല. ടോട്ടൽ സെക്ഷനിലും B is always 40. Y ആണ് 2.5ൽ നിന്ന് എന്ത് ചെയ്യുന്നത്? 4.5ലേക്ക് മാറുന്നത്. അപ്പോൾ Y average കണ്ടുപിടിച്ചൂടെ? Y average is equal to 2.5 ആണ് ഇനീഷ്യൽ വാല്യൂ, 4.5 ആണ് ഫൈനൽ വാല്യൂ. അതിൻ്റെ രണ്ടിൻ്റെയും സമ്മപ്പിൻ്റെ ആവറേജ് വാല്യൂ ആയിരിക്കും എന്ത്? Y average. ആ Y average അപ്പോൾ എത്ര കിട്ടും നിങ്ങൾക്ക്? 3.5 കിട്ടും. സോ 40 into 3.5 ആണ് എന്ത്? നിങ്ങളുടെ A average.
അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്ത് പറയാം, B1 Y1 എന്ന് പറയുന്നത് 40 ഇൻറ്റു 2.5 ഇൻറ്റു V1 എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, V1 കിട്ടിയിരിക്കുന്നത് 0.54. ദിസ് ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു 3.5 ഇൻറ്റു V ആവറേജ്. ഓക്കെ, 14 ക്യാൻസൽ ചെയ്യുക, ബാക്കിയുള്ളത് മാത്രമാണ്. സോ V ആവറേജ് ഈസ് ഈക്വൽ ടു 0.3857 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ട എന്താണ്, ആർ ആവറേജ്. ആർ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം, ആർ ആവറേജ് ഈസ് ഈക്വൽ ടു നമുക്ക് R1 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, പ്ലസ് R2 ഡിവൈഡഡ് ബൈ 2. R1 എത്ര കണ്ടുപിടിച്ചിരുന്നത്, 2.22 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. R2 3.673 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 2. ഇതിൽ നിന്ന് എന്ത് കിട്ടും, ആർ ആവറേജും കിട്ടും, 2.9465. ഇനി അതെന്ത് ചെയ്യുക, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ V average equal to 1 by n r raised to 2 by 3 s naught raised to half, sorry sf raised to half. അപ്പോൾ V average എത്ര കിട്ടിയിരിക്കുന്നത്, നമുക്ക് V average കിട്ടിയിരിക്കുന്നത് 0.3857. this is equal to 1 by n 0.03 ആണ്, ഇൻറ്റു r എത്രയാണ് 2.9465 whole power 2 by 3 into sf raised to half. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് sf കിട്ടും. sf is equal to 0.00003167. ഇനി ഒന്നും ആലോചിക്കാനില്ല, നമുക്ക് എല്ലാ വാല്യൂസുമായി എന്ത് ചെയ്യുക, ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാം. what is direct substitution, L is equal to E2 minus E1 by S0 minus SF. So here 4.504 minus 2.5148 whole divided by 1 by 11,000. Okay, minus 0.00003167 കൊടുക്കുക. നിങ്ങൾക്ക് ഏകദേശം വാല്യൂ 33584.3 മീറ്റർ കിട്ടും. അതായത് അപ്രോക്സിമേറ്റ്ലി 33 കിലോമീറ്റർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ബാക്ക് വാട്ടർ കർവിൻ്റെ ലെങ്ത് എത്രമാത്രം വരാം. അതായത് നമ്മളൊരു ഡാം എടുക്കുകയാണെങ്കിൽ ആ പുഴയുടെ സാധാരണ ലെവൽ ഹൈറ്റിൽ നിന്ന് അത് ആ ഡാമിൽ നമ്മൾ എത്രയാണോ ഹൈറ്റിലേക്ക് കൊടുത്തിരിക്കുന്നത് ആ ഹൈറ്റ് വരെ വാട്ടർ റേസ് ചെയ്യും. ഇനി ഇത് എത്ര ഡിസ്റ്റൻസിലാണ് ഈ ഒറിജിനൽ വാട്ടർ ലെവലിൽ നിന്ന് ആ ഡാമിലെ വാട്ടർ ഹൈറ്റിലേക്ക് എത്താൻ എത്ര ഡിസ്റ്റൻസ് അവർ എടുത്തു എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ലെങ്ത്തിനാണ് നമ്മൾ എന്ത് പറയുക, ലെങ്ത് ഓഫ് ബാക്ക് വാട്ടർ കർവ്. അപ്പോൾ അതൊരു ചെറിയ സ്ട്രീമിന് തന്നെ നല്ല നല്ല ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ഒരു വലിയ ഡാം ലൈക്ക് ഇടുക്കി ഡാം, മുല്ലപ്പെരിയാർ ഡാം ഒക്കെ പോവുകയാണെങ്കിൽ ദ ലെങ്ത് ഓഫ് ദ ബാക്ക് വാട്ടർ കർവ് നമ്മൾ ബാക്കിലോട്ട് പ്രൊഫൈൽ വരയ്ക്കാൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബാക്ക് ബിയോണ്ട് കിലോമീറ്റേഴ്സ്. നല്ല വലിയ ഡിസ്റ്റൻസിലായിരിക്കും ഏകദേശം ഈ ഒരു വാല്യൂയിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് പ്ലോട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് സ്ലോ ഗ്രാജുവൽ പ്രോസസ് ഓഫ് റൈസിങ് ആണ്. അപ്പോൾ റിസർവോയറിൽ അതിൻ്റെ ബാക്ക് വാട്ടർ പ്രൊഫൈൽ വരയ്ക്കാൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിസ്റ്റൻസ് ബാക്ക്വേർഡ് പോയി കഴിഞ്ഞാലാണ് ആ റിവറിൻ്റെ നാച്ചുറൽ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള വാട്ടർ ഡെപ്തിലേക്ക് അതിനേക്ക് എത്തിക്കാൻ പറ്റുക. അപ്പോൾ ഈ മെത്തേഡ് ഈസി മെത്തേഡാണ്. ലെങ്ത് ഓഫ് ബാക്ക് വാട്ടർ കർവ് ഈസ് ഈക്വൽ ടു E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ S0 മൈനസ് SF. ഡയറക്റ്റ് ഇക്വേഷൻ മാത്രം ഒറ്റയടിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് സിംഗിൾ സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്, അതുകൊണ്ട് എന്തായാലും എന്ത് ചെയ്യുക, ചെയ്ത് നോക്കി പഠിക്കുക.